ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബയോഫോക്കസ്. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ, അതായത് നിങ്ങളുടെ സ്റ്റഡി ലെവൽ നിങ്ങൾക്ക് ഏതുവരെ ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡ്സിലും കൊടുത്തിരിക്കാം. പ്ലാൻ കിങ്ഡം ചാപ്റ്ററിൽ ഫോക്കസ്ഡ് ഏരിയ ബേസ്ഡ് ആയിട്ട് വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതായത് ആൽഗെ, ഇറ്റ്സ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ആൽഗെ ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ബ്രയോഫൈറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഫോക്കസ്ഡ് ഏരിയ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ പോർഷനെ ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ആ കഴിഞ്ഞ വീഡിയോയിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടേബിള് ആൽഗയുടെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ദെയർ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ടേബിൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. സോ അതിൽ പറഞ്ഞിരിക്കുന്നത് ആൽഗെ 3 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലോറോഫൈസിയെ, നമ്പർ 2 ഫിയോഫൈസിയെ, നമ്പർ 3 റോഡോഫൈസിയെ. ക്ലോറോഫൈസിയെ മീൻസ് ഗ്രീൻ ആൽഗെ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ എ ആൻഡ് ബി. Phaeophyceae are commonly called brown algae due to the presence of chlorophyll A and C in addition to ഫ്യൂക്കോസാന്തിൻ. അപ്പോൾ ഫ്യൂക്കോസാന്തിൻ ആണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പിഗ്മെൻ്റ് എന്ന് പറയുന്നത്. ബാക്കി ക്ലോറോഫിൽ എ ആൻഡ് സി സെയിം തന്നെ ക്ലോറോഫൈസിയെ ക്ലാസ്സിലും ഉള്ളതാണ്. തേർഡ് വൺ റോഡോഫൈസിയെ. റോഡോഫൈസിയെ മീൻസ് റെഡ് കളർ, അതായത് റെഡ് കളറിലാണ് ഈ ആൽഗെ കാണപ്പെടുന്നത്. ഇതിനകത്തുള്ള പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആൻഡ് ഡി ആണ്. അതുപോലെ തന്നെ ഇതിലെ മേജർ പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ഫൈക്കോ എറിത്രിൻ. ഇനി ഈ ടേബിളിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഓരോ ക്ലാസ്സസിലെയും സ്റ്റോർഡ് ഫുഡാണ്. ക്ലോറോഫൈസിയയിൽ സ്റ്റോർഡ് ഫുഡായിട്ട് പറയുന്നത് സ്റ്റാർച്ചാണ്. അതുപോലെ തന്നെ ബ്രൗൺ ആൽഗെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മാനിറ്റോൾ ആൻഡ് ലാമിനാരിനായിട്ടാണ്. അതുപോലെ തന്നെ റോഡോഫൈസിയ റെഡ് ആൽഗയിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് അതിൻ്റെ ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഈ 3 ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിൽ പഠിക്കേണ്ടത്. ബാക്കിയുള്ള ടേബിൾ സെൽ വോൾ, ഫ്ലജർല നമ്പർ, ഹാബിറ്ററ്റ് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു വെച്ചിരിക്കുക. ബാക്കി 3 മെയിനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോഡലിലാണ് മുൻപ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈസി അല്ലേ ഈ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈവൻ ദോ ആൽഗെ ആർ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓൺ അക്വാറ്റിക് എക്കോസിസ്റ്റംസ്, മാൻ ഈസ് ബെനിഫിറ്റഡ് ബൈ ആൽഗെ ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. റൈറ്റ് എനി 4 പോയിൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽഗെ ആയിട്ടുള്ള ലാമിനാരിൻ, സർഗാസം, അതുപോലെ തന്നെ വേറെ ആൽഗയുടെ ഒക്കെ സ്പീഷീസ്, ഇതിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസിന് ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇതിൻ്റെ ലീഫ് പാർട്സൊക്കെ ഫുഡ് സാലഡ്സിലൊക്കെ യൂസ് ചെയ്യാറായിട്ടുണ്ട്. ഇനി സെക്കൻഡ് വൺ, അഗാർ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ആ സബ്സ്റ്റൻസ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈക്രോബയോളജി ലാബ്സിലൊക്കെ ബാക്ടീരിയ കൾച്ചർ ചെയ്യാനായിട്ട്, അതായത് ഗ്രോ ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ അഗാർ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നമ്മൾ ഐസ്ക്രീംസും അതുപോലെ തന്നെ ജെല്ലീസ് മാനുഫാക്ചറിങ്ങിലും യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ അഗാർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് അത് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് 2 ആൽഗയിൽ നിന്നാണ്, ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ഈ തേർഡ് യൂസ് എന്ന് പറയുന്നത് ആൽജിൻ. ആൽജിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് ബ്രൗൺ ആൽഗെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാരാഗീൻ എന്ന് പറയുന്ന റെഡ് ആൽഗയിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൽജിൻ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിൻ്റെ
ഒരു യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഹൈഡ്രോകൊളോയിഡ്സ്, അതായത് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് ആണ്. അതായത് വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ കഴിവുള്ള കുറച്ച് സബ്സ്റ്റൻസ് ആണ് ആൽജിൻ എന്ന് പറയുന്നത്, അതായത് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇത് കമേഴ്ഷ്യലായിട്ട് പല ഇടങ്ങളിലും യൂസ് ചെയ്ത് വരുന്നുണ്ട്. വാട്ടർ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഫെസിലിറ്റീസിലൊക്കെ ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലോറല്ല ആൻഡ് സ്പൈറുലിന. ഇതെന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചെറുതിൽ പഠിച്ചിട്ടുണ്ട്. ട്രാവലേഴ്സൊക്കെ സ്പേസ് ട്രാവലേഴ്സൊക്കെ പോകുന്ന സമയത്ത് അവർ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലോറല്ല ആൻഡ് സ്പൈറുലിന. അപ്പോൾ ഇവർ യൂണിസെല്ലുലാർ ആൽഗേസ് ആണ്, പ്രോട്ടീൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് സ്പേസ് ട്രാവലേഴ്സൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആൽഗയുടെ ഒരു കുറച്ച് പോയിൻറ്റ്സ് ആണ്, 4 എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ ആൽഗൽ ക്ലാസ് റോഡോഫൈസിയെ. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആ ടേബിൾ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. അതായത് റോഡോഫൈസിയെ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഏതെങ്കിലും 2 ഐഡൻറ്റിഫൈയിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. സോ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് റോഡോഫൈസിയ എന്ന് പറയുന്നത് എന്താണ്, റെഡ് ആൽഗയാണ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്താണ് അതിൻ്റെ റെഡ് പിഗ്മെൻറ്റ്. ഏതാണ് ആ പിഗ്മെൻറ്റ്? ഫൈക്കോ എറിത്രിൻ. അത് പ്രസൻറ്റ് ആയതുകൊണ്ടാണ് റെഡ് കളറിൽ ആൽഗെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആ റെഡ് ആൽഗെ അതിൻ്റെ താലൈ എന്ന് പറയുന്ന ആ പ്ലാന്റ് ബോഡിയാണ്. ആ പ്ലാന്റ് ബോഡിയുടെ താലൈ എന്ന് പറയുന്നത് വിച്ച് ഈസ് മൾട്ടി സെല്ലുലാർ ആണ്. ഓൾസോ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആണ്. സോ ദീസ് ആർ ദ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചേഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ്: A. Isogamous, B. Anisogamous, and C. Oogamous. These 3 are the types of sexual reproduction in algae. അതായത് ആൽഗയുടെ റീപ്രൊഡക്ഷൻ മെയിനായിട്ട് നടക്കുന്നത് 3 രീതിയിലാണ്: വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് മെയിനായിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. സെക്കൻഡ് വൺ, എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർ ഫോമേഷൻ, അതായത് സൂസ്പോസ്, അപ്ലാനോസ്പോസ്, ഈ സ്പോസ് ജെർമിനേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻഡ് തേർഡ് വൺ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ 3 രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് ന്യൂ ആൽഗെ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സോ അതിൽ 3 ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്: A. ഐസോഗാമസ്, B. അനൈസോഗാമസ് ആൻഡ് C. oogamous. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കാം. ഐസോഗാമസ് എന്ന് പറയുമ്പോൾ ഐസോ മീൻസ് സിമിലർ, ആ ടേമിൽ തന്നെയുണ്ട്. അതായത് ഫ്യൂഷൻ ഓഫ് ഗെമീറ്റ് സിമിലർ ഇൻ സൈസ്. മെയിൽ ഗെമീറ്റ് ആൻഡ് ഫീമെയിൽ ഗെമീറ്റ് എന്ന് പറയുന്നത് രണ്ടും സിമിലർ സൈസ് ആയിരിക്കും. അപ്പോൾ സോ ദാറ്റ് ഈസ് നോൺ ആസ് ഐസോഗാമസ്. അപ്പോൾ ഈ ഐസോഗാമസ് മെയിൻലി നടക്കുന്നത് ക്ലാമിഡോമോണാസ് എന്ന് പറയുന്ന ആൽഗയിലാണ്. ദേ മേ ബി ഫ്ലജലേറ്റഡ് ഓർ നോൺ ഫ്ലജലേറ്റഡ്. അപ്പം ഫ്ലജലേറ്റഡ് ആണെങ്കിൽ മോട്ടൈൽ ആയിരിക്കും, നോൺ ഫ്ലജലേറ്റഡ് ആണെങ്കിൽ നോൺ മോട്ടൈൽ ആയിരിക്കും. നോൺ ഫ്ലജലേറ്റഡിന് എക്സാമ്പിൾ സ്പൈറോ ഗൈറ. ആൻഡ് സെക്കൻഡ് വൺ അനൈസോഗാമസ്. അനൈസോഗാമസ് മീൻസ് dissimilar. dissimilar. That means fusion of 2 gametes dissimilar in size. 2 gametesൻ്റെയും സൈസ് ഡിസിമിലർ ആയിരിക്കും. അതായത് സൈസ് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും. അപ്പോൾ സോ അത് നടക്കുന്നത് ക്ലാമിഡോമോണാസിൻ്റെ തന്നെ വേറെ കുറച്ച് സ്പീഷീസിലാണ് ഈ അനൈസോഗാമസ് പ്രോസസ്സ് കണ്ടുവരുന്നത്. ആൻഡ് തേർഡ് വൺ oogamous. Oogamous means fusion between one large non-motile female and a smaller motile male gamete. അതായത് ഫീമെയിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഒരു ഗമീറ്റും ആൻഡ് എ സ്മോളർ വൺ, ആ സ്മോളർ വൺ എന്ന് പറയുന്നത് മോട്ടൈൽ മെയിൽ ഗമീറ്റും ആയിരിക്കും. അതായത് ഫീമെയിൽ ഗമീറ്റ് ബിഗും ആൻഡ് മെയിൽ ഗമീറ്റ് സ്മോളർ ആയിരിക്കും. സ്മോളർ ആയിട്ടുള്ളത് മോട്ടൈൽ ആയിരിക്കും. ആൻഡ് ദ ഫ്യൂഷൻ ഓഫ് these are known as oogamous. Example volvox and fucus. But these are the 3 types of sexual reproduction taking place in algae. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ആ ഒരു 3 ടേംസ് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, complete the given table of algal divisions and their main characteristics by filling A, B, C and D. അപ്പോൾ സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്
ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് ആ ടേബിളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോ ഈസി അല്ലേ ഈ ക്വസ്റ്റ്യന്, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 6th one, agar is a commercial product obtained from red algae. Name the 2 algae which can be used to produce agar. Write any one use of agar. സോ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ്. ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗ്രോ മൈക്രോബ്സ് ആൻഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 7th one, analyze the flow chart and find out A and B. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് വരെ ആൽഗയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടോപ്പിക്കിലൂടെ നമ്മൾ പോവുകയാണ്, ബ്രയോഫൈറ്റ്സ്. സോ വാട്ട് ഈസ് ബ്രയോഫൈറ്റ്സ്? ബ്രയോഫൈറ്റ്സ് ആർ നോൺ ആസ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിലെ ആംഫീബിയൻസ് എന്നറിയപ്പെടുന്നതാണ് ബ്രയോഫൈറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓർഗാനിസം വിച്ച് ക്യാൻ ലിവ് ഇൻ വാട്ടർ ആൻഡ് ഇൻ ലാൻഡ്. അപ്പോൾ രണ്ടിലും ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോ എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ആംഫീബിയൻസ് എന്ന് പറയുന്നത്? അതിൻ്റെ റീസൺ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ സോ അതിന് മുമ്പായിട്ട് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നതിന് 2 ക്ലാസിഫിക്കേഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതായത് ലിവോവോർട്സ് ആൻഡ് മോസസ്. സോ ബ്രയോഫൈറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ലിവോവോർട്സ് ആൻഡ് മോസസ്. ബ്രയോഫൈറ്റ്സിൽ പഠിച്ചു വെക്കേണ്ട 2 മെയിൻ പോയിൻറ്റ്സ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ലിവോവോർട്സ് ആൻഡ് മോസസ്. അപ്പോൾ സോ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതായത് എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ആംഫിബിയൻസ് എന്നറിയപ്പെടുന്നത്? ബിക്കോസ് ദേ ക്യാൻ ലിവ് ഇൻ സോയിൽ ആൻഡ് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ വാട്ടർ ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സോ ഇവർ ഗ്രോ ചെയ്യുന്നത് സോയിലിൽ തന്നെയാണ്, ബട്ട് ഇവർ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവർക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? വാട്ടറിൻ്റെ ആവശ്യമുണ്ട്. സോ വാട്ടറിനെ ഇവർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സോ soil and water, they can live in soil and dependent on water for their reproduction. So they are known as amphibians of plant kingdom. 9th one, list any 3 vegetative or reproductive characteristics of bryophytes. Bryophyte is thallus-like and prostrate or erect and attached to the substratum by unicellular or multicellular rhizoids. അതായത് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് താലസ് ലൈക്ക്, ഒരു താലസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ്, ഒരു സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റൈസോയിഡ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. റൈസോയിഡ്സ് വിച്ച് മേ ബി യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. ദേ ലാക്ക് ട്രൂ റൂട്ട്, സ്റ്റെം ഓർ ലീവ്സ്. അപ്പോൾ ബ്രയോഫൈറ്റ്സിന് ട്രൂ റൂട്ട്സോ സ്റ്റെമ്മോ ലീവ്സോ ഒന്നും തന്നെ ഇല്ല, എല്ലാം റൂട്ട് ലൈക്ക് ആൻഡ് ലീഫ് ലൈക്ക് ഓർ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. And the main plant body of the bryophyte is called gametophyte. That is a haploid structure. അപ്പോൾ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് which is haploid and is gametophyte. So these gametophytes are gamete producing structures. So it got the name gametophyte. Gametophyte എന്ന് പറയുന്ന പേര് വന്നത് തന്നെ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. The male gametophyte which produce the male sex organ which is known as antheridium, and the female sex organ which is produced by the female gametophyte which is called archegonium. Archegonium is a flower shaped structure and it produces a single egg. അതായത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതെന്താണ്? എഗ്ഗാണ്. അതുപോലെ തന്നെ മെയിൽ സെക്സ് ഓർഗനായ ആന്ത്രിഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്ത്രോസോയിഡ്സ് which is biflagellate. So these anthrozoid fuses with the egg to produce a zygote, and this zygote undergoes meiosis to form sporophyte, that is a multicellular body, and this sporophyte which undergoes meiosis again to form the spores, and these spores germinate to form gametophyte. ഈ പ്രോസസ്സ് ഒരു ഫ്ലോ ചാർട്ടിലൂടെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്പോറോഫൈറ്റ് മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് സ്പോർസ് ജെർമിനേറ്റ് ടു ഫോം ഗാമറ്റോഫൈറ്റ്,
and this gametophyte produces the antheridium and the archegonium. Antheridium, which is the male sex organ which produces anthrozoids. Antheridium produce ചെയ്യുന്നത് എന്താണ്? Anthrozoids. And archegonium produce ചെയ്യുന്നത് egg. And this anthrozoids and egg fuses, that is fertilization process, and these fuses to form the zygote. And this zygote is a diploid, that is 2n in condition. Whether the gametophyte is a haploid, it is n. And this zygote, ഈ zygote എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഇറ്റ് again grows into എന്താണ്? Sporophyte. This sporophyte is a diploid in condition which is 2n. So sporophyte to gametophyte and gametophyte to sporophyte. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. Next question. Observe the figure given below. It shows two phases in the life cycle of a plant. Identify the phase marked A. Write any two peculiarities of this stage. That marked part A is called sporophyte. അതിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് കാണുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ഗാമറ്റോഫൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗാമറ്റോഫൈറ്റ് ആൻഡ് മുകളിൽ കാണുന്ന പോർഷൻ എന്താണ്? സ്പോറോഫൈറ്റ്. ദിസ് പ്ലാന്റ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് മോസസ് ആൻഡ് ഈസ് കോൾഡ് ഫ്യൂണേറിയ. അപ്പോൾ ഈ പ്ലാന്റ് ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്യൂണേറിയ, ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് മോസസ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ്, എ എന്ന് പറയുന്ന സ്പോറോഫൈറ്റ് ആണ്. ആ സ്റ്റേജിന് പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് സ്റ്റേജ് ഈസ് എ മൾട്ടി സെല്ലുലാർ ബോഡി. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു എന്താണ്? 2n ആണ്. 2n condition, diploid sporophyte, and this sporophyte is not free living but attached to a photosynthetic gametophyte and derives nourishment from it, and some cells of the sporophyte undergoes reduction division, that is meiosis, to form spores, and these spores germinate to produce gametophyte. ഈ പ്രോസസ്സായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത സെയിം മാറ്റർ തന്നെയാണ്. അതായത് സ്പോറോഫൈറ്റ് നമ്മൾ പറഞ്ഞു വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഏതിൽ നിന്നാണ്? സൈഗോട്ട് മിയോസിസ് പ്രോസസ്സ് നടന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്പോറോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് എന്ത് ചെയ്യുന്നു? വിച്ച് അണ്ടർഗോസ് മിയോസിസ് ടു പ്രൊഡ്യൂസ് എ സ്പോർ. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്താണ് ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഗാമറ്റോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ് കണ്ടീഷൻ. സ്പോറോഫൈറ്റ് ഈസ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആൻഡ് ഗാമറ്റോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ് കണ്ടീഷൻ. ആൻഡ് ദിസ് സ്പോറോഫൈറ്റ് which is attached to a gametophyte in order to derive the nourishment from the gametophyte. Gametophyte and sporophyte generation വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നന്നായിട്ട് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The given figure shows a plant belonging to liverworts. Identify the plant, name the asexual buds seen on it and write their features. അപ്പോൾ ഈ പ്ലാന്റ് ബിലോങ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? ലിവർവേർഡ്സ് ആണ്. ലിവർവേർഡ്സിലെ പ്ലാന്റിൻ്റെ പേരാണ് എന്താണ്? മാർക്കാൻഷ്യ. മാർക്കാൻഷ്യ ഫീമെയിൽ താലസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്ലാന്റ് നമ്മൾ പറഞ്ഞ ഏതാണ്? ഫ്യൂണേറിയ. ഫ്യൂണേറിയ എന്ന് പറയുന്നത് മോസസ് ആണ്. അതായത് ബ്രയോഫൈറ്റ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനായ ലിവർവേർഡ്സ് ആൻഡ് മോസസിലെ ഫ്യൂണേറിയ ആണ് നമ്മൾ കഴിഞ്ഞ പ്ലാന്റ് പറഞ്ഞത്. ഈ പ്ലാന്റ് ഏതാണ്? ലിവർവേർഡ്സ് വിച്ച് ഈസ് മാർക്കാൻഷ്യ. And identify the asexual bud seen on it. That asexual bud present on the marcantia is called gemme. That is asexual reproduction in liverworts which takes place by fragmentation of thalli or by the formation of specialized structure called gemme. Gemme are green multicellular asexual buds which develop in small receptacles called gemme cup located on the thalli. ദാറ്റ് ഈസ് താലസിൽ പ്രസൻ്റ് ആയിട്ടുള്ള ജെമ്മെ കപ്സിൽ ഫോം ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എസെക്ഷൽ ബഡ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജെമ്മെ. ദാറ്റ് ജെമ്മെ ഈസ് നോൺ എസ് എസെക്ഷൽ ബഡ്സ്. ആൻഡ് ദിസ് ജെമ്മെ ബിക്കം ഡിറ്റാച്ച് ഫ്രം ദ പാരൻറ്റ് ബോഡി ആൻഡ് ജെർമിനേറ്റ് ടു ഫോം എ ന്യൂ ഇൻഡിവിജ്വൽ. ഇപ്പോൾ ജെമ്മെ കപ്പിന് ഇൻസൈഡിൽ ഫോം ചെയ്യുന്നതാണ് എന്ത്? ജെമ്മെ എന്ന് പറയുന്ന എസെക്ഷൽ ബഡ്സ്. ആൻഡ് ദീസ് എസെക്ഷൽ ബഡ്സ്, ഈ ബഡ്സ് എന്ത് ചെയ്യുന്നു? പാരൻറ്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ഇൻഡിവിജ്വലായിട്ട് ജെർമിനേറ്റ് ചെയ്ത് മാറുന്നു. ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് ഈസ് ടേക്ക് പ്ലേസ് ഇൻ ദ ബ്രയോഫൈറ്റ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഇൻ ടു എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്.
സോ ബ്രയോഫൈറ്റ്സ് നമ്മൾ പറഞ്ഞു എന്താണ്, വിച്ച് ഇസ് ഡിവൈഡഡ് ഇൻറ്റു ലിവർവേർഡ്സ് ആൻഡ് മോസസ്. 2 ക്ലാസിഫിക്കേഷനിൽ നിന്നും ഓരോ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വൺ, സം മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്, ബേർഡ്സ് ആൻഡ് അതർ അനിമൽസ്. അതായത് ചില മോസസ് ചില മാമൽസിന് ഉള്ള ഹെർബേഷ്യസ് ഫുഡ്സ്, അതായത് ബേർഡ്സ് ആനിമൽസിനൊക്കെ ഉള്ള ഫുഡ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോസസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പായൽ, അതായത് നമ്മുടെ ചില സോയിലിൻ്റെ പുറത്ത് ഡെൻസ് മാറ്റായിട്ട് തന്നെ ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി റെയിൻഫോൾ വന്നു കഴിഞ്ഞാലും സോയിൽ ഇറോഷൻ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ mosses form a dense mat on the soil. And next one use is the sphagnum. Sphagnum, it is a type of moss which provides a peat that has a long been used as a fuel ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോസസ് along with lichens decomposes rocks. മോസസ് ലൈക്കൺസുമായിട്ട് ചേർന്ന്, ലൈക്കൺസ് എന്താണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സോ ലൈക്കൺസ് along with the mosses decomposes rocks making the substrate suitable for the growth of higher plants. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാപ്റ്ററിലെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായി കാണുന്നത് വരെ ഹാപ്പി ലേണിംഗ്.